സുഹൃത്തുക്കളെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ടെക്നോളജി വാറാണ്. അതൊരു ചതിയുടെ ലോകമാണ്. അത് പറയുന്നതിന് മുമ്പ് അല്പം ചരിത്രത്തിലേക്ക് പോകാം. പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലെത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങളുമായും വിഭാഗങ്ങളുമായും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇത് ചരിത്രത്തിൽ മദീന ചാർട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങളായ ബനു ഗൈനുക്ക, ബനു നദീർ, ബനു ഖുറൈല എന്നിവരുമായാണ് പ്രവാചകൻ പ്രധാനമായും കരാറിൽ ഏർപ്പെട്ടത്. ഈ കരാർ പ്രകാരം എല്ലാവർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. മദീനക്ക് പുറത്തുനിന്നുള്ള ആക്രമണം ഉണ്ടായാൽ എല്ലാവരും ചേർന്ന് നഗരത്തെ സംരക്ഷിക്കണം. ഒരു വിഭാഗം മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ പിന്നീട് ഈ കരാർ ലംഘിക്കപ്പെട്ടു. ചരിത്രരേഖകൾ പ്രകാരം മദീനയിലെ ഈ 3 പ്രധാന ജൂതഗോത്രങ്ങളും വ്യത്യസ്ത സമയങ്ങളിലായി കരാർ ലംഘിച്ചതായി പറയപ്പെടുന്നു. ഇത് അവരെ നഗരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്കോ ശിക്ഷാ നടപടികളിലേക്കോ നയിച്ചു. ബനു ഗൈനുക പ്രവാചകനും ഖുറൈശികളും തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് പിന്നാലെ മുസ്ലിങ്ങളുമായുള്ള തർക്കങ്ങളും കരാർ ലംഘനവും കാരണം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ബനു നദീർ പ്രവാചകനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു അവരുടെ കുറ്റം. ഇതേ തുടർന്ന് ഇവരെയും നഗരത്തിൽ നിന്ന് നാടുകടത്തി. ബനു ഖുറൈല ഖന്ദക്ക് യുദ്ധസമയത്ത് മദീനയെ ആക്രമിക്കാൻ വന്ന ശത്രുക്കളുമായി രഹസ്യധാരണയുണ്ടാക്കി മുസ്ലിങ്ങളെ വഞ്ചിച്ചു എന്നതായിരുന്നു കുറ്റം. ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടായി. ഈ ആധുനിക യുഗത്തിലും ഈ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾക്കായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിലെത്തിയ ഹമാസ് പ്രതിനിധി സംഘത്തിന് മേൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത് നമ്മൾ വാർത്തകൾ വായിച്ചു. ഇപ്പോൾ ഇറാനുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ചർച്ച ഏറെക്കുറെ പ്രതീക്ഷാജനകമാണ് എന്ന് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അമേരിക്ക പിന്നിൽ കൂടി ഇറാനെ ആക്രമിച്ച് അവരുടെ നേതാക്കളെ വധിച്ചു. ഈ ഒരവസ്ഥയിൽ ലോക സമാധാനത്തെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. വിശ്വാസവഞ്ചകരുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ വലിയ കാര്യമില്ലെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു വല്ലാത്ത ലോകത്താണ്. നമ്മൾ പണ്ട് ബ്രിട്ടീഷ് അടിമകളായിരുന്നു. എന്നാൽ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് അഭിമാനിക്കുന്നു. എന്നാൽ നമ്മൾ ഇപ്പോഴും അടിമകളാണ്. അതെ, നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ അടിമകളാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടിമകളാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല, അതാണ് സത്യം. പണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തിന് അടിമകളാക്കാൻ ആ രാജ്യത്തെ ഫിസിക്കലായി പിടിച്ചെടുക്കണമായിരുന്നുവെങ്കിൽ ഇന്നത് വേണ്ട. ഒരു രാജ്യത്തെ ജനങ്ങളിൽ ഓരോരുത്തരെയും വിദഗ്ധമായി നിരീക്ഷിക്കാനും തിരഞ്ഞു കൊല്ലാനും വളരെ നിഷ്പ്രയാസം സാധിക്കും. അതിനായി നമ്മൾ നമ്മെ തന്നെ ആഗോള ശക്തികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനി രക്ഷപ്പെടുക എളുപ്പമല്ല. അഥവാ ചൈന, റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആ മഹാവിപത്തിൽ നിന്ന് മുക്തമായ കഥ, അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ജനങ്ങളെ മാത്രമല്ല, ഭരണാധികാരികളും എന്തിന് രാജ്യം പോലും ഈ മാറിയ ടെക്നോളജിയുടെ ദുരന്തത്തിൻ്റെ ഇരകളാണ്. ഒരു വലിയ ഗൂഢസംഘം നമ്മെ നാം അറിയാതെ കരയിലും കടലിലും ആകാശത്തും പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയില്ല. 2026 ഏപ്രിൽ 1 മുതൽ അമേരിക്കൻ ടെക് ഭീമന്മാരായ ഗൂഗിൾ, ആപ്പിൾ, സിസ്കോ, ഇന്റൽ, HP, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, IBM, ഡെൽ, എൻവിഡിയ തുടങ്ങി 18ഓളം കമ്പനികളെ ലക്ഷ്യമിടാൻ പോവുകയാണ് ഇറാൻ എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കമ്പനികളിലെ തൊഴിലാളികളും മറ്റ് സിവിലിയൻസും ഇവയുടെ പരിസരങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത് സിലിക്കൺ വാലിയോടുള്ള അവരുടെ യുദ്ധപ്രഖ്യാപനമാണ്. ടെക്നോളജി വാറിൽ അവർക്ക് മാരകമായ ആഘാതങ്ങൾ ഏൽപ്പിച്ച ഈ കമ്പനികളിൽ പലതിൻ്റെയും പങ്ക് വാർത്തകളിലൂടെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. പാശ്ചാത്യരോടുള്ള ഒരു സാമ്പത്തിക യുദ്ധം കൂടിയായാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇറാനോട് അമേരിക്കൻ ടെക് ഭീമന്മാർ ചെയ്ത വലിയ ചതിയുടെ കഥകൾ ഇതിന് പിന്നിലുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം ഇറാൻ ഉപയോഗിച്ചിരുന്നതെല്ലാം അമേരിക്കൻ, ഇസ്രായേൽ ടെക്നോളജികളായിരുന്നു. അവർ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇറാൻ അതുമൂലം നഷ്ടപ്പെട്ടത് നിരവധി രാഷ്ട്ര നേതാക്കളെയും വിലമതിക്കാനാവാത്ത അവരുടെ ആണവ ശാസ്ത്രജ്ഞരെയുമാണ്.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, GPS, സർവൈലൻസ് സിസ്റ്റങ്ങൾ, പേജർ തുടങ്ങിയ ടെക്നിക്കൽ ഗാഡ്ജറ്റുകളിലൂടെ ചോർത്തിയ വിവരങ്ങളിലൂടെയാണ് ഓർക്കാപ്പുറത്ത് അവർക്ക് കിട്ടിയ പല അടികളും എന്നത് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി. ഇറാന്റെ സുപ്രീം ലീഡർ അടക്കം കൊലപ്പെടുത്താൻ ഇത്തരം സംവിധാനങ്ങൾ വളരെ വിദഗ്ധമായി ഉപയോഗിക്കപ്പെട്ടു. ഇതിൻ്റെ കൂടെ ആകാശത്ത് MQ-9 റീപ്പർ ഡ്രോണുകളടക്കമുള്ള അത്യാധുനിക ഡ്രോണുകളും മറ്റും IRGCയുടെ നീക്കങ്ങളെയെല്ലാം പിടിച്ചെടുക്കാനും ഏകോപിപ്പിക്കാനും അവർ ഉപയോഗിച്ചു. ഇത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മികവല്ല, മറിച്ച് വ്യാപകമായി ഇറാൻ ഉപയോഗിച്ചിരുന്ന അമേരിക്കൻ വാർത്താവിനിമയ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ചതിക്കുഴികളായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സർവൈലൻസ് ഉപകരണങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI റെക്കഗ്നിഷൻ, ഫേസ് റെക്കഗ്നിഷൻ, ജിയോ ലൊക്കേഷൻ തുടങ്ങിയ സർവമാന സംവിധാനങ്ങളും അവരുടെ രഹസ്യങ്ങൾ ചോരാൻ കാരണമായി. ഇതിലൂടെ ഉന്നതരായ പലരെയും അവർക്ക് നഷ്ടമായി. ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വലിയ ഗൂഗിൾ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ ശബ്ദം, ചിത്രം, ഇഷ്ടങ്ങൾ, ചലനങ്ങൾ, ലൊക്കേഷൻ തുടങ്ങിയ നിരവധി വിവരങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും അന്താരാഷ്ട്ര സെർവറുകളിൽ തത്സമയമോ അല്ലാതെയോ ശേഖരിക്കപ്പെടുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ മാത്രമല്ല, രാജ്യങ്ങളുടെ നീക്കങ്ങൾ വരെ ഇങ്ങനെ സുസൂക്ഷ്മം ക്ലൗഡ് മെറ്റാഡാറ്റയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇവയൊന്നും വെറും ടെക്നോളജികളല്ല കേട്ടോ, ഇവയെല്ലാം നമ്മെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യപ്പെടാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ കൂടിയാണെന്ന് ഓർക്കണം. പരസ്പരം ബന്ധിപ്പിച്ച ഇത്തരം ഒരു വലിയ റാപ്പിഡ് ആക്ഷൻ സിസ്റ്റത്തിന് കീഴിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ചൈന ഇക്കാര്യങ്ങൾ വളരെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. 25 വർഷം മുന്നേ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികളും അവർ തുടങ്ങിയിരുന്നു. ചൈനയിലെ എല്ലാ ആഭ്യന്തര സംവിധാനങ്ങളോടും ഈ സൈബർ സർവൈലൻസ് സംവിധാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർ നേരത്തെ തന്നെ ഓർഡർ നൽകിയിരുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഓരോ ടെക് ഉപകരണങ്ങളും പ്രത്യേകമായി നിരീക്ഷിച്ച് പകരം സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഇവയെല്ലാം വളരെ നൈസായി ചൈനയുടെ പടി കടത്തിവിട്ടു. ചൈന ഹാവേ എന്ന ഒരു ഭീമൻ കമ്പനി തന്നെ അതിനായി ഡെവലപ്പ് ചെയ്തു. സ്വന്തമായ ക്ലൗഡ് സംവിധാനങ്ങൾ വരെ ഉണ്ടാക്കി, ഫയർവാളുകൾ നിർമ്മിച്ചു. അവർ അത്യാധുനിക ടെക്നോളജി സ്വീകരിക്കാതിരുന്നതല്ല, മറിച്ച് അമേരിക്കൻ ടെക്നോളജി എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് ആണ് എന്ന തിരിച്ചറിവായിരുന്നു അവർക്കുണ്ടായത്. പകരം സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചതിനാൽ അവർ അതിൽ വലിയ വിജയം കണ്ടു. നോർത്ത് കൊറിയ തുടക്കം മുതലേ അമേരിക്കൻ ടെക്നോളജിയെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഗൂഗിൾ ഇല്ല, ആപ്പിൾ ഇല്ല, മൈക്രോസോഫ്റ്റ് ഇല്ല. പകരം സ്വന്തമായി വികസിപ്പിച്ച ക്വാങ്യോങ് എന്ന ഇന്റർനെറ്റ് സംവിധാനമാണ് അവർ ഉണ്ടാക്കിയത്. അമേരിക്കൻ ഇന്റർനെറ്റിന് യാതൊരു ബന്ധവും സ്ഥാപിക്കാനാവാത്ത ഒരു ഐസൊലേറ്റഡ് ഇന്റർനെറ്റാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ നേതാവിനെ പോലും ട്രാക്ക് ചെയ്യാനോ കൊലപ്പെടുത്താനോ പാശ്ചാത്യ ശക്തികൾക്ക് ഇതുവരെ സാധിച്ചില്ല. അവരുടെ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് പോലും AI ടാർഗറ്റഡ് സ്ട്രൈക്കിന് വിധേയരാകേണ്ടി വന്നില്ല. അവരെല്ലാം ഭാവിയിലെ ഈ ഡിജിറ്റൽ ബാറ്റിൽ ഫീൽഡ് നേരത്തെ കണ്ടെത്തി വിജയം നേടിയവരാണ്. ഒരു സൈബർ അറ്റാക്കും അവർക്ക് നേരെ നടത്താനാവില്ല. പക്ഷേ ഇറാൻ അമേരിക്കൻ ടെക്നോളജിയെ അന്ധമായി വിശ്വസിച്ചു. 2020 മൊസാദ് റിമോട്ട് കൺട്രോൾ ആയ ഒരു മെഷീൻ ഗൺ പീസായി കൊണ്ടുവന്ന് ഇറാനിൽ വെച്ച് സെറ്റ് ചെയ്ത് ഒരു പിക്കപ്പ് വാനിൽ സ്ഥാപിച്ചു. അതിനെ സാറ്റലൈറ്റ് വഴി ഓപ്പറേറ്റ് ചെയ്താണത്രേ ഇറാനിലെ അതിസുരക്ഷാ വലയങ്ങൾ ഉണ്ടായിരുന്ന സീനിയർ ന്യൂക്ലിയർ സയന്റിസ്റ്റ് മൊഹസിൻ ഫക്രസാദയെ കൊലപ്പെടുത്തിയത്. ഇറാന്റെ ന്യൂക്ലിയർ മുന്നേറ്റം തടയുക എന്നതായിരുന്നത്രേ അവരുടെ ലക്ഷ്യം. അത്യാധുനിക AI ഹ്യൂമൻ റെക്കഗ്നിഷൻ സാങ്കേതികതകളിലൂടെയാണ് ഇത് അവർക്ക് സാധിച്ചത്. അതിനുശേഷവും അവരുടെ മുൻനിരയിലുള്ള നിരവധി ആണവ ശാസ്ത്രജ്ഞരെ പ്രെസിഷൻ ബോംബിങ്ങിലൂടെ അവർ കൊലപ്പെടുത്തുകയുണ്ടായി. റഷ്യയും ചൈനയുടെ പാത പിന്തുടർന്ന് അമേരിക്കൻ ടെക്നോളജിയെ പൂർണ്ണമായും പുറന്തള്ളിയതിനാൽ 2 വർഷത്തിലധികമായി തുടരുന്ന ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് കാര്യമായി പരിക്കേൽപ്പിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചില്ല. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് നമ്മളുടെ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ്. ഇതിനകം തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ടെക് ഭീമന്മാരെ ടാർഗറ്റ് ചെയ്യാൻ ഇറാനെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. ഇതൊരു ഭീകര നീക്കമായാണ് പാശ്ചാത്യർ വിലയിരുത്തുന്നത് എങ്കിൽ, മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമ്മെ വിശ്വസിച്ച് നമ്മുടെ ടെക്നോളജികൾ വിലക്ക് വാങ്ങിയവരിൽ നിന്ന് തന്നെ ചോർത്തുന്നത് ഭീകരവാദവും അത് ചെയ്യുന്നവർ വഞ്ചകരുമല്ലേ? ആധുനിക യുദ്ധവിമാനങ്ങൾ പോലും സാറ്റലൈറ്റ് വഴി അതിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഓവർറൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അവ ചതിയന്മാരിൽ നിന്നും വാങ്ങി നമ്മൾ കുന്നുകൂട്ടി വെച്ചാലും അവ നാളെ വെറും പ്രഹസനമായി മാറും. ഈ വഞ്ചകരെ കൊറിയ അകത്ത് കയറ്റിയില്ല. ചൈന അവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു.
റഷ്യ അവയെ ഓരോന്നോരോന്നായി പുറത്താക്കി. പക്ഷേ ഇറാൻ വിശ്വസിച്ചു. അവർ അതിന് വലിയ വില നൽകേണ്ടിയും വന്നു. മിഡിൽ ഈസ്റ്റ് ഇതെല്ലാം തങ്ങളുടെ പാഴ്വേലകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തിരിച്ചുപോക്കിൻ്റെ വക്കീലാണിന്നവർ. നമ്മളോ എല്ലാം ഇത് കർത്തവ്യ മൂഢരായി നോക്കി നിൽക്കുന്നു. ഒരു റിയൽ യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നത് ഇറാനിലൂടെ ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ ഗതിയും മറ്റൊന്നായിരിക്കില്ല.